Hey guys, once again welcome back to my YouTube channel. So previous വീഡിയോൻ്റെ ഒരു പാർട്ട് 2 ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ അസിഡിറ്റി ബ്ലോട്ടിങ്ങിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഓർ യൂറിൻ ഇൻഫെക്ഷൻ ഇതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ഈ ഒരു ടൈമിൽ മോസ്റ്റ് ഓഫ് ദ പ്രഗ്നൻറ്റ് ലേഡീസും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു യൂറിൻ ഇൻഫെക്ഷൻ. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മളെ യൂട്രസ് നന്നായിട്ട് വലുതാവും. സോ അത് നമ്മളുടെ യൂറിനറി ബ്ലാഡറിന് ഒരു പ്രഷർ കൊടുത്തിട്ട് നമുക്ക് ഈ യൂറിൻ കംപ്ലീറ്റ് പാസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ ഒബ്വിയസ്ലി ഹോർമോണൽ ചേഞ്ച്, ഈ ഒരു സമയത്ത് ഹോർമോണൽ ചേഞ്ച് കാരണം നമ്മളെ യൂറിൻ പാസേജ് ഒക്കെ കുറച്ച് കുറവായിരിക്കും, ബാക്ടീരിയൽ ഗ്രോത്ത് ആയിരിക്കും കൂടുതലായി ഉണ്ടാവുക. പിന്നെ 2-3 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഇൻടേക്ക് മസ്റ്റായിട്ട് എടുക്കണം. നമ്മൾ പ്രഗ്നൻറ്റ് ലേഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിട്ട് പോയി യൂറിനേറ്റ് ചെയ്യേണ്ട ഒരു ഇറ്റ്സ് വെരി ഹാർഡ്. അതുകൊണ്ട് നമ്മൾ ഈ ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല. യൂറിൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നതും ദാറ്റ്സ് വൺ ഓഫ് ദ റീസൺ ഓഫ് ദി UTI. എനിക്ക് നോർമലി UTI ബിഫോർ പ്രഗ്നൻസി വരാറുണ്ടായിരുന്നു. ഒബ്വിയസ്ലി വെള്ളം കൂടി കുറഞ്ഞതുകൊണ്ട് തന്നെ. അപ്പോഴൊക്കെ എനിക്ക് ചിലപ്പോൾ ബാക്ക് പെയിൻ അല്ലെങ്കിൽ കാലിൻ്റെ മുട്ടിൻ്റെ പുറകുള്ള പെയിനൊക്കെ ആയിട്ടായിരുന്നു വരാറുണ്ടായിരുന്നത്. അതെനിക്ക് മനസ്സിലാവുമായിരുന്നു. ബട്ട് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ തന്നെ എൻ്റെ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ടിങ്ങിലായിരുന്നു എനിക്ക് അടിവയറ്റിൽ നല്ല പെയിൻ ഉണ്ടായിരുന്നു, ലോവർ അബ്ഡോമിനൽ. പിന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ തന്നെ ലോവർ അബ്ഡോമിനൽ പെയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായി. ദെൻ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായത്. ബട്ട് അത് കുറച്ച് മൈൽഡായിരുന്നു. നേരത്തെ അത് കണ്ടുപിടിച്ചുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബിക്കോസ് ഈ ഒരു പ്രഗ്നൻറ്റ് ടൈമിൽ നമ്മൾ യൂറിൻ ഇൻഫെക്ഷൻ കൂടിപ്പോയാൽ തന്നെ നമുക്കത് കുറച്ച് റിസ്ക്കാണ്. പ്രഗ്നൻറ്റ് ലേഡീസിന് പ്രീ ടേം ഡെലിവറി ഉണ്ടാവും, നേരത്തെ നമ്മൾ ഡെലിവറി നടക്കുന്നൊരു അവസ്ഥ. ദാറ്റ് ഈസ് ക്വൈറ്റ് ബാഡ്. ഐ തിങ്ക് അങ്ങനെയാണ്, നല്ല കാര്യമൊന്നുമല്ല അത്. അപ്പോൾ നമ്മളത് നേരത്തെ നോക്കി ട്രീറ്റ് ചെയ്യുക ഈ ഒരു പ്രഗ്നൻറ്റ് ടൈമിൽ. സോ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ, പ്രഗ്നൻസിയിൽ യൂറിൻ ഇൻഫെക്ഷൻ വന്നപ്പോൾ എന്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആൻറ്റിബയോട്ടിക്സ് പ്രഗ്നൻസിയിൽ എടുക്കാൻ പാടില്ല എന്ന് പറയും, കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്ന് പറയും. ബട്ട് യൂറിൻ ഇൻഫെക്ഷന് നോർമലി ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക ആൻറ്റിബയോട്ടിക്സ് തന്നെയാണ്. അപ്പം ഡോക്ടർ എനിക്ക് ആൻറ്റിബയോട്ടിക്സ് എഴുതി. ദെൻ 2-3 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ, വെള്ളം കൂടി ഞാൻ മസ്റ്റായിട്ടും ഞാൻ ഓർത്ത് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു വെള്ളം കുടിക്കുന്നത്. അതിനനുസരിച്ച് നമ്മൾ യൂറിൻ പാസ് ചെയ്യുകയും വേണം, ഡോണ്ട് ഹോൾഡ് ഇറ്റ്, യൂറിൻ പാസ് ചെയ്യുകയും വേണം. പിന്നെ നമ്മളുടെ ഡയറ്റിൽ കൂടുതലായിട്ടും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, പിന്നെ എന്താ പറയുക, വെള്ളം കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക. പിന്നെ വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സ് ലൈക്ക് ലെമൺ, ഓറഞ്ച്, പിന്നെ തണ്ണിമത്തൻ, ഇതൊക്കെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അത് റിച്ച് ഇൻ ഫൈബർ ആൻഡ് റിച്ച് ഇൻ വൈറ്റമിൻസ് ഒക്കെയാണ്. സോ അത് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ക്രാൻബെറി വിച്ച് ഇസ് വെരി ഹെൽപ്ഫുൾ ഫോർ ദ യൂറിൻ ഇൻഫെക്ഷൻ. പിന്നെ നമ്മുടെ നാട്ടിൽ ഫ്രഷ് ക്രാൻബെറീസ് ഒന്നും അവൈലബിൾ അല്ല. ബട്ട് എനിക്ക് ഫ്രോസൺ ആയിട്ടുള്ള ക്രാൻബെറീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്രാൻബെറി ഞാൻ ജ്യൂസായിട്ടൊക്കെ ഞാൻ കൺസ്യൂം ചെയ്യും, ജ്യൂസായിട്ടൊക്കെ കുടിക്കും. പിന്നെ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസൊക്കെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പൊതുവേ ഞാനങ്ങനെ പുറത്തുള്ള വാഷ്റൂംസ് ഒന്നും ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല, മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യും. പിന്നെ പ്രോബയോട്ടിക്സ് നന്നായിട്ട് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, ലൈക്ക് കേടൊക്കെ, തൈരൊക്കെ നന്നായിട്ട് നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ഇൻറ്റിമേറ്റ് ഏരിയാസൊക്കെ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക. പിന്നെ കോട്ടൺ അണ്ടർവെയർസ് യൂസ് ചെയ്യുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് നമ്മളുടെ യൂറിൻ ഇൻഫെക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും. മെയിൻ ആയിട്ടുള്ള കാര്യമാണ് വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ യൂറിൻ പാസ് ചെയ്യാൻ വേണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പ്രഗ്നൻറ്റ് ടൈമിൽ നമ്മൾ യൂറിൻ ഇൻഫെക്ഷൻ വന്നാൽ തന്നെ ഡോണ്ട് ബി പാനിക്, അധികം പാനിക് ആവാതിരിക്കുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എപ്പോഴും. ഇൻ കേസ് നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നതെന്ന് വെച്ചോ, അപ്പോൾ തന്നെ നമ്മളുടെ ഗൈനക്കിൻ്റെ അടുത്ത് പോയി അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, കൺസൾട്ടേഷൻ എടുക്കുക. പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഒരു ഡയറ്റ് പ്ലാൻ ആക്കി ഫുഡൊക്കെ കഴിക്കുക. സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ ഹാപ്പി. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ഡെലിവറി ബ്ലെസ് ചെയ്തുകൊണ്ട് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.